ഹലോ ഫ്രണ്ട്സ്, സോൾ സാവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളൊരു വ്യക്തി എന്ന നിലയിൽ, അതുപോലെ തന്നെ ലക്ഷ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഈ ഉറക്കം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. അത് പ്രകൃതി നമുക്ക് കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ബോഡിക്കും മനസ്സിനും ആത്മാവിനും ഒക്കെ ഒരു റിലാക്സേഷൻ ആ ഒരു ഉറക്കത്തിൽ നിന്ന് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. ഇനി എത്ര ദുഃഖമുള്ള ഒരു വ്യക്തിയാണെങ്കിലും, എത്ര മാനസിക പ്രയാസമുള്ള ഒരു വ്യക്തിയാണെങ്കിലും, ഈ ഉറക്കം അദ്ദേഹത്തിനുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും ആ ഒരു ഉറക്കം കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയും. അല്ലെങ്കിൽ ഒരു റിലാക്സേഷൻ മോഡിലേക്ക്, അല്ലെങ്കിൽ ഒരു ഹീലിംഗ് മോഡിലേക്ക് നമുക്ക് താൽക്കാലികമായിട്ടെങ്കിലും മാറുവാൻ കഴിയും. ഇനി മറ്റൊരു വിശേഷണം എന്ന് പറയുന്നത്, ഉറക്കം എന്ന് പറയുന്നത് തന്നെ ഒരു താൽക്കാലിക മരണം പോലെ തന്നെയാണ്. ഓക്കെ, എന്തായാലും ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്, ഈ ഉറക്കത്തിൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ, മനസ്സിൽ, ആത്മാവിൽ എന്താണ് സംഭവിക്കുന്നത്. നമ്മുടെ ബോധമനസ്സ് ആ ഒരു സമയം ഉറങ്ങുന്നുണ്ടെങ്കിലും നമ്മുടെ ഉപബോധ മനസ്സ് ആത്മാവുമായിട്ട്, അല്ലെങ്കിൽ ഒരു അനന്ത മനസ്സുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആണ്. ആ ഒരു സമയത്ത് നമ്മൾ കാണുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ കേൾക്കുന്ന കാര്യങ്ങൾ, അനുഭവിക്കുന്ന കാര്യങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഉറക്കത്തിൽ എന്താണ് നമ്മൾ കേൾക്കുന്നത്, കാണുന്നത് എന്നൊക്കെ ചോദിച്ചു പോകും. ഫ്രണ്ട്സ്, അത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് എന്താണ് കേൾക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് കാണുന്നത്, അല്ലെങ്കിൽ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് അനുഭവിക്കുന്നത്, നിങ്ങൾ ആരോടാണ് സംസാരിച്ചിട്ടുള്ളത്, ഇതൊക്കെ നിങ്ങളുടെ ഉറക്കത്തിൽ നിങ്ങളെ ബാധിക്കുക തന്നെ ചെയ്യും. അതായത് ഈ ഉറക്കത്തിന് മുൻപുള്ള ഒരു അരമണിക്കൂർ എന്ന് പറയുന്നത് പ്ലാറ്റിനം ടൈം എന്നാണ് പറയുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ റിസീവ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ മനസ്സ് അബ്സോർവ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ഉറക്ക സമയത്തും നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് അത് ആഴ്ന്നിറങ്ങുകയാണ്. അതും ഫീലിങ്സോടുകൂടി. അത് നമ്മുടെ അടുത്ത ദിവസത്തെ പ്രവർത്തനത്തെ ബാധിക്കുക തന്നെ ചെയ്യും. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഉറക്കത്തിന് മുമ്പുള്ള സമയം, ഇപ്പോൾ നമ്മുടെ ചാനലുകൾ തന്നെ എയർ ചെയ്യുന്നത് 10 മണി അല്ലെങ്കിൽ 10:30 മണിക്കൊക്കെ ചാനലുകൾ തന്നെ എയർ ചെയ്യുന്നത് നെഗറ്റീവായിട്ടുള്ള വാർത്തകളാണ്. കേസ് ഡയറി, അല്ലെങ്കിൽ ക്രൈം ഫയൽ, അങ്ങനെയുള്ള ചർച്ചകൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള ക്യൂരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരുപക്ഷെ ബലാത്സംഗത്തെക്കുറിച്ച്, അല്ലെങ്കിൽ കൊലപാതകത്തെക്കുറിച്ച്, മോഷണത്തെക്കുറിച്ച്, കുറ്റകൃത്യങ്ങളെക്കുറിച്ച്, അതിങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഒരു രീതി അനുസരിച്ച് അതിനെ അബ്സോർവ് ചെയ്യുക എന്നുള്ളത് മനസ്സിൻ്റെ ഒരു രീതിയാണ്. സൈക്കോളജിക്കലി മനസ്സ് ആ രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും കണ്ട് ഈ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകളുമായിട്ട് നിങ്ങൾ ഉറക്കത്തിലേക്ക് പോകാതിരിക്കുക. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ മതവും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഇൻവോൾവ് ആവാതിരിക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഉറക്കത്തിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുകയും അത് നിങ്ങളുടെ അടുത്ത ദിവസത്തെ പ്രവർത്തനത്തെ ബാധിക്കുക തന്നെ ചെയ്യും. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ കേട്ടുകൊണ്ട് കണ്ടുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഊർജം കളയേണ്ടതായിട്ടുണ്ടോ? ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു പ്ലാറ്റിനം ടൈമിൽ നല്ല കാര്യങ്ങൾ കാണുവാനും, നല്ല കാര്യങ്ങൾ കേൾക്കുവാനും, നല്ല കാര്യങ്ങൾ ചിന്തിക്കുവാനും നമുക്ക് കഴിയാം. വിഷ്വലൈസേഷനൊക്കെ ഏറ്റവും പറ്റിയ ഒരു സമയം എന്ന് പറയുന്നത് ആ പ്ലാറ്റിനം ടൈമാണ്. നമ്മുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുവാൻ, കാണുവാൻ, ചർച്ച ചെയ്യുവാൻ, ചിന്തിക്കുവാൻ നമുക്ക് കഴിയണം. എന്തുകൊണ്ടാണ് രാത്രിയിൽ ആളുകളൊക്കെ ഞെട്ടി ഉണരുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വപ്നം കണ്ടിട്ടാണെന്ന് പറയും. നിങ്ങളൊരു ഹൊറർ മൂവി കണ്ടിട്ടാണ് കിടക്കുന്നതെന്ന് കൂട്ടിക്കോ, രാത്രിയിൽ നിങ്ങൾ ഞെട്ടി എഴുന്നേൽക്കുക തന്നെ ചെയ്യും. അത് മനുഷ്യരുടെ ഒരു ആത്മബലം പോലെ ഇരിക്കും. അത്രയും ആത്മബലമുള്ളൊരു വ്യക്തിയാണെങ്കിൽ അത്രത്തോളം ഞെട്ടി എഴുന്നേൽക്കണമെന്നൊന്നുമില്ല. എങ്കിൽ പോലും ചില ആളുകൾ ദുസ്വപ്നങ്ങൾ കാണാറുണ്ട്, അല്ലെങ്കിൽ ഞെട്ടി എഴുന്നേൽക്കാറുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നതിലൂടെ, അല്ലെങ്കിൽ പലരും പറയാറുണ്ട്, ആരൊക്കെയോ രാത്രിയിൽ വന്ന് കഴുത്തിൽ ഞെക്കുന്നതായിട്ട്, അല്ലെങ്കിൽ കൊല്ലുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ചാടി എഴുന്നേൽക്കുന്നു. ഇതിനൊക്കെയുള്ള കാരണം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ നമ്മൾ കാണുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു സക്സസ്സിലേക്ക് പോകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇത് പരമാവധി ഒഴിവാക്കുക. നല്ല കാര്യങ്ങൾ കണ്ടുകൊണ്ട്, കേട്ടുകൊണ്ട്, ചർച്ച ചെയ്തുകൊണ്ട്, ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾ ഉറക്കത്തിലേക്ക് പോവുക. അടുത്ത ദിവസം എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. ഭൂരിപക്ഷം ആളുകളും പറയുന്നൊരു കാര്യമാണ്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു മൂഡില്ല, കട്ടിലിൽ തന്നെ കിടക്കുകയാണ്, എഴുന്നേറ്റ് ഇരിക്കുമ്പോൾ തന്നെ എന്തെന്നില്ലാത്തൊരു മനപ്രയാസം, ഇന്നിനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാൻ കഴിയാത്തൊരവസ്ഥ. ഫ്രണ്ട്സ്, നിങ്ങളുടെ ഉപബോധ മനസ്സിന്, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് നല്ല കാര്യങ്ങളെ കൊടുത്തു നോക്കൂ. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു മൂഡായിരിക്കും, നല്ലൊരു പോസിറ്റീവ് വൈബ് നിങ്ങളുടെ ശരീരത്താകമാനം
സഞ്ചരിക്കുന്ന നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇത് കുറേ ദിവസം നിങ്ങളൊന്ന് ആവർത്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ കട്ടിൽ നിന്നൊക്കെ ചാടി എഴുന്നേറ്റ് നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിങ്ങളുടെ പകലിൻ്റെ സമയം കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ചാനൽ ചർച്ചകളും അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളും മറ്റുമൊക്കെ നിറഞ്ഞ പരിപാടികൾ കാണുന്നത് ഒഴിവാക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം അതിലൂടെ സംഭവിക്കും, തീർച്ചയായും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു പുതിയ വർഷത്തിൽ നിങ്ങൾക്ക് എങ്ങനെയുള്ള ഒരു തീരുമാനം കൂടി എടുത്ത് മുന്നോട്ട് പോകുവാൻ കഴിയട്ടെ. അതെന്തായാലും ദോഷത്തിനല്ല, ഗുണത്തിനായി തീരും. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു ഫ്രണ്ട്സ്.